യേശു കർത്താവ് തൻ്റെ മേൽ വന്ന അഭിഷേക നിമിത്തം താൻ ആദ്യമേ തന്നെ പറയുകയാണ്, മനുഷ്യരെ സ്വന്തമാക്കുക, അവരെ രക്ഷിക്കുക, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കണം, ബന്ധനത്തിൽ കിടക്കുന്നവരെ പുറത്തെടുക്കാൻ, ഇരുട്ടിൽ കിടക്കുന്ന ജയിൽ പുള്ളികളെ പുറത്തുകൊണ്ട് കുരുട്ട് കണ്ണുകൾ തുറക്കാൻ. ഇതിനാണ് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ആദിയിൽ സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ ഭൂമിയും അതിനകത്തുള്ള സകല ചരാചരങ്ങളെയും അവൻ സൃഷ്ടിച്ചപ്പോൾ അതത് തരം വിത്തുള്ള സസ്യങ്ങളെയും എന്നാണ് ബൈബിളിൽ പറയുന്നത്. അവൻ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വിത്തോടുകൂടെ ഓരോ സസ്യങ്ങളെയും അവൻ സൃഷ്ടിച്ചു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രൂട്ട്സോടുകൂടെ ദൈവം ഓരോ സസ്യങ്ങളെയും സൃഷ്ടിച്ചു. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അകത്ത് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്. നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഒരു ഫലമില്ലാത്ത അവസ്ഥയിലൂടെ പോയിട്ടുള്ള പലരുമുണ്ടെങ്കിൽ ഈ 2026 എന്ന് പറയുന്ന ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആ വിത്തോടുകൂടെ ഫലത്തോടുകൂടെ സൃഷ്ടിച്ചതുപോലെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിൽ ഫലത്തോടുകൂടെ പുറത്തു വരാൻ പോകുകയാണ്. ചില മേഖലകളൊക്കെ നിങ്ങൾ നന്നായി പഠിച്ച് കാണും, പല കാര്യങ്ങളൊക്കെ ചെയ്ത് കാണും, പക്ഷേ ഒരു ഫലം കാണുന്നില്ല. അല്ലെങ്കിൽ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തി കാണും, അവിടെ ഒരു ഫലം നിങ്ങൾ കാണുന്നില്ല. അല്ലെങ്കിൽ നല്ല രീതിയിൽ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു, എന്നിട്ടും ഒരു ഉയർച്ച കാണാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ 2026 ആ സസ്യങ്ങളിലൊക്കെ ഫലം കായ്ച്ചു നിൽക്കുന്നത് പോലെ ഫലത്തോടുകൂടിയുള്ള ഒരനുഗ്രഹത്തെ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ നമ്മുടെ സ്പോൺസർ, ഒരു കീ സ്പോൺസറാണ് തിരുവനന്തപുരത്ത് നിന്ന് ബ്രദർ രാജേന്ദ്രനാണ്. താങ്ക് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, കടഭാരം മാറുവാൻ, ലഭിക്കുവാനുള്ള പണം എത്രയും വേഗം ലഭിക്കുവാൻ, മകന് സ്ഥിരമായിട്ടുള്ളൊരു ജോലി ലഭിക്കുവാൻ, ഭാര്യയ്ക്ക് രോഗസൗഖ്യം ലഭിക്കുവാൻ, സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച നടക്കുന്ന സ്പെഷ്യൽ ആരാധനയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഫെബ്രുവരി 5 വ്യാഴാഴ്ച. ഡിവോഷണൽ ഡയറി എടുക്കുക. അതിലത്തെ പേജിൽ ഇന്ന് കൊടുത്തിരിക്കുന്ന ഫോക്കസ് വേർഡ് റിലീസ്, മോചനം. വാവ് വാവ് വാവ്. എനിക്കൊന്ന് ഈയിടെ ഫെബ്രുവരിയിലോട്ട് കയറിയ ശേഷം ഐ ഫീൽ എ ഗ്രേറ്റ് അനോയിൻറ്റിങ്. ഭയങ്കരമായൊരു ഹോളി സ്പിരിറ്റിൻ്റെ ത്രസ്റ്റ് കാണുന്നുണ്ട്. നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Every day it is glorious. His mercies are new every morning. അല്ലേ? രാവിലെ തോറും അവൻ്റെ ദയ പുതിയതാകുന്നു. എല്ലാ ദിവസവും ബ്രാൻഡ് ന്യൂ. പഴയ സ്റ്റോക്ക് അല്ല, ന്യൂ സ്റ്റോക്ക്. അപ്പോൾ എല്ലാവരും ഈ സമയത്ത് ഉറക്കെ പറയുക, മോചനം, മോചനം, വിമോചനം. പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞു. ലൈവ് ചാറ്റിൽ അതാണ് സൗകര്യമെങ്കിൽ ലൈവ് ചാറ്റിൽ മോചനം, മോചനം, മോചനം 1000 പ്രാവശ്യം ഈ സമയത്ത് ടൈപ്പ് ചെയ്യുക. റിലീസ് എന്ന് ടൈപ്പ് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലേക്ക് പോകാൻ പറ്റുന്നവർ അവിടെ ചെന്ന് എത്ര പ്രാവശ്യം അടിക്കാം അത്രയും പ്രാവശ്യം അടിക്കുക. മോചനം, മോചനം, മോചനം. ഐസയ 61 വേഴ്സ് നമ്പർ 1. യെശയ്യാവിൻ്റെ പുസ്തകം 61:1. ദ സ്പിരിറ്റ് ഓഫ് ദ സോവറിൻ ലോർഡ് ഈസ് ഓൺ മീ. പിന്നെ അതിന് തുടരുന്നത് ഇങ്ങനെയാണ്, ടു പ്രൊക്ലൈം ഫ്രീഡം for the captives and release from darkness for the prisoners. അങ്ങനെ അതൊരു വലിയ വചനമാണ് അല്ലേ? എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവിൻ്റെ മേലിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം ബദ്ധന്മാരെ വിടുവിക്കുവാൻ, തുടർന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആ ഭാഗമാണ്. ഇതിൽ നിന്ന് അനേക പ്രാവശ്യം ഞാൻ ഈ മോർണിംഗ് ഗ്ലോറിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഡെക്ലറേഷൻ നോക്കാം. എവ്രി ബോണ്ടേജ് ഈസ് ബ്രോക്കൺ ടുഡേ. ഇന്ന് സകല ബന്ധനങ്ങളും പൊട്ടുന്നു. പറഞ്ഞേ, ഇന്ന് സകല ബന്ധനങ്ങളും പൊട്ടുന്ന ദിവസമാണ്. പറഞ്ഞോ, പലതരത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പൊട്ടുന്ന ദിവസമാണ് ഇന്ന് ഫെബ്രുവരി 5.
എല്ലാവരും ഉറക്കെ പറ, ഇന്ന് സകല ബന്ധനങ്ങളും പൊട്ടുന്ന ദിവസമാണ്. ഐ എം റിലീസ്ഡ് ഇൻ ടു ഫ്രീഡം ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ ആത്മാവിനാൽ എന്നെ അവൻ വിമോചിതയാക്കിയിരിക്കുന്നു. ഐ എം റിലീസ്ഡ് ഇൻ ടു ഫ്രീഡം. സ്വാതന്ത്ര്യത്തിലേക്ക് വിമോചിതനാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ വിമോചിതയാക്കിയിരിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി ഇന്ന് തന്നെ വായിച്ച് തീർക്കണേ. റിലീസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ആർ യു റെഡി? നമ്പർ 1, റിലീസ് ഈസ് ഗോഡ്സ് റിഡംപ്റ്റീവ് ഇൻറ്റൻഷൻ. മോചനം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾക്ക് മോചനം നൽകുക എന്നുള്ളത് വീണ്ടെടുപ്പിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. വീണ്ടെടുപ്പിൽപ്പെട്ട കാര്യമാണ് വിമോചനം അല്ലെങ്കിൽ മോചനം. നമ്മൾ വായിച്ച ആ ഭാഗം, ദ സ്പിരിറ്റ് ഓഫ് ദ സോവറിൻ ലോർഡ് ഈസ് ഓൺ മീ ബിക്കോസ് ദ ലോർഡ് ഹാസ് അനോയിൻറ്റഡ് മീ. കർത്താവിൻ്റെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ടു പ്രൊക്ലെയിം ഗുഡ് ന്യൂസ് ടു ദ പൂർ. എന്തിനൊക്കെയാണ്? 1, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. ദാരിദ്ര്യം അനുഭവിക്കുന്ന സകലർക്കുമുള്ള സുവാർത്തയാണ് യേശുവിൻ്റെ സുവാർത്തയ്ക്കകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ യേശുവിൻ്റെ മേൽ വന്ന അഭിഷേകത്തിൻ്റെ നമ്പർ 1 ഫോക്കസ്, ദ പുവർ പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. സാമ്പത്തികമായ ദാരിദ്ര്യവും ആത്മീയമായ ദാരിദ്ര്യവും രണ്ടും അതിൽപ്പെട്ടിട്ടുണ്ട്. ഞാനത് എപ്പോഴെല്ലാം വ്യാഖ്യാനിക്കുമോ ഞാനിത് എടുത്തു പറയാറുണ്ട്. ഈ ഭൂമിയിൽ സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കൂടാതെ ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, 2 പേർക്കുമുള്ള സുവിശേഷം യേശുവിൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ അഭിഷേകത്തിനകത്ത് അത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ദെൻ ഹി ഹാസ് സെൻഡ് മീ ടു ബൈൻഡ് അപ്പ് ദ ബ്രോക്കൺ ഹാർട്ടഡ്. ഹൃദയം നുറുങ്ങിയവരെ കെട്ടുവാൻ. ഇപ്പം നമ്മൾ ഇവിടെ ഒരു മുറിവുണ്ടായാൽ നമ്മളതിനെ ബാൻഡേഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചതിനെ കെട്ടിക്കഴിയുമ്പോൾ മുറിവ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇതുപോലെ ഹൃദയത്തിന് മുറിവുണ്ടായാൽ എന്ത് സംഭവിക്കും? ഹൃദയം എങ്ങനെ കൊണ്ട് കെട്ടുന്നേ? അത് ഈ അഭിഷേകത്തിന് സാധിക്കും. യേശുവിൻ്റെ മേലുള്ള അഭിഷേകത്തിന് ഹൃദയമുറിവുകളെ, ഈ പറയുന്ന പമ്പിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നൊരു ഇന്നർ കോറുണ്ടല്ലോ, അതിനകത്തുള്ള മുറിവുകൾ, അതിനെ ഹൃദയമുറിവുകളെ, ആന്തരിക മുറിവുകളെ കെട്ടുവാൻ ഹി ഹാസ് സെൻറ്റ് മീ ടു ബൈൻഡ് അപ്പ് ദ ബ്രോക്കൺ ഹാർട്ടഡ്. അതിനുവേണ്ടിയാണ് കർത്താവ് എന്നെ അയച്ചിരിക്കുന്നത്. ടു പ്രൊക്ലെയിം ഫ്രീഡം ഫോർ ദ ക്യാപ്റ്റീവ്സ്. ബദ്ധന്മാരെ വിടുവിക്കാൻ, അല്ലെങ്കിൽ തടവ് പുള്ളികളെ സ്വതന്ത്രമാക്കാൻ, തടവിൽ കഴിയുന്ന സകലരെയും സ്വതന്ത്രമാക്കാൻ. ആൻഡ് റിലീസ് ഫ്രം ഡാർക്ക്നെസ് ഫോർ ദ പ്രിസണേഴ്സ്. ഇതുകൂടാതെ ഈ ജയിൽ പുള്ളികളായി കിടക്കുന്നവരെ ഇരുട്ടിൽ നിന്നും വിമോചിതരാക്കാൻ, അന്ധകാരത്തിൽ കിടക്കുന്നവരോട് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വിമോചനം നൽകാൻ അയച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, റിലീസ് ഈസ് നോട്ട് എൻ ആഫ്റ്റർ തോട്ട് ഇൻ ഗോഡ്സ് പ്ലാൻ. ദൈവം പദ്ധതികളൊക്കെ ഒരുക്കിയപ്പോൾ അയ്യോ ഒരു കാര്യം വിട്ടുപോയല്ലോ, അതുകൊണ്ട് അതും കൂടെ എന്ന് പറയുന്ന ഒന്നല്ല വിമോചനം. ഇറ്റ് ഈസ് സെൻട്രൽ ടു റിഡംഷൻ. അത് വീണ്ടെടുപ്പിൻ്റെ കേന്ദ്രബിന്ദുവാണ്. വീണ്ടെടുപ്പെന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് തന്നെ മനുഷ്യരുടെ വിമോചനമാണ്. ജീസസ് അനൗൺസ് ഹിസ് മിഷൻ ആസ് വൺ ഓഫ് ഫ്രീഡം, ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ്. ജീസസ് മാനിഫെസ്റ്റോ എന്ന് ഈ ഭാഗം അറിയപ്പെടാറുണ്ട്. നസറേത്ത് മാനിഫെസ്റ്റോ എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. യേശു കർത്താവിൻ്റെ പ്രകടന പത്രികയാണിത്. താൻ ശുശ്രൂഷ ഏൽക്കുമ്പോൾ ആദ്യമേ തന്നെ ആരെയും സൗഖ്യമാക്കിയിട്ടില്ല, ആരോടും സുവിശേഷം പറഞ്ഞിട്ടില്ല, ജയിൽ പുള്ളികളെ ആരെയും കർത്താവ് സ്വതന്ത്രമാക്കിയിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല, കുരുട്ട് കണ്ണുകൾ തുറന്നിട്ടില്ല. പക്ഷേ കർത്താവ് ആദ്യം തന്നെ പ്രകടന പത്രിക ഇറക്കി. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും തന്നെ അവരുടെ പ്രകടന പത്രിക ഇറക്കും. ഞങ്ങളെ ജയിപ്പിച്ചാൽ, ഞങ്ങളെ അധികാരത്തിൽ ഭരണത്തിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇന്നത് ചെയ്തു തരാം എന്ന് പറയുന്നു. പക്ഷേ യേശു കർത്താവിനെ തിരഞ്ഞെടുത്തതൊന്നുമല്ല, ദൈവമാണ് തിരഞ്ഞെടുത്തത്, മനുഷ്യരല്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ യേശു കർത്താവ് തൻ്റെ മേൽ വന്ന അഭിഷേക നിമിത്തം താൻ ആദ്യമേ തന്നെ പറയുകയാണ്, കർത്താവിൻ്റെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ അജണ്ടയല്ല എനിക്കുള്ളത്. മനുഷ്യരെ സ്വതന്ത്രമാക്കാൻ, അവരെ രക്ഷിക്കാൻ,
ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ, ബന്ധനത്തിൽ കിടക്കുന്നവരെ പുറത്തെടുക്കാൻ, ഇരുട്ടിൽ കിടക്കുന്ന ജയിൽ പുള്ളികളെ പുറത്തുകൊണ്ട് കുരുട്ട് കണ്ണുകൾ തുറക്കാൻ, ഇതിനാണ് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. സോ wherever God's kingdom advances, captivity must give way. ദൈവരാജ്യം എവിടേക്ക് ചെല്ലുന്നോ അവിടെ അടിമത്വം മുഴുവൻ മാറും, അത് മാറിപ്പോവും. ഇങ്ങനെ ഓർക്ക്, എ ഡോക്ടർ ഡസ് നോട്ട് വിസിറ്റ് എ ഹോസ്പിറ്റൽ ടു അഡ്മയർ സിക്നസ് ബട്ട് ടു റിമൂവ് ഇറ്റ്. ഡോക്ടർ ഒരു ഹോസ്പിറ്റലിലോട്ട് ചെന്ന് വാർഡുകളിലൊക്കെ പോയി ആളുകളെ വിസിറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടി? അയാൾ കൊള്ളാമല്ലേ, ഇന്നലത്തേക്കാൾ പനി കൂടിയിട്ടുണ്ട്, കൊള്ളാം, ക്യാൻസർ കുറച്ചുകൂടി 4th സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ഈ രോഗികളെല്ലാം കണ്ട് അവരുടെ രോഗം ഭയങ്കരമായിരിക്കുന്നല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ ഒരു ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്, അവരെ സൗഖ്യമാക്കാനാണ്. ഇൻ ദ സെയിം വേ ക്രൈസ്റ്റ് കെയിം not to observe bondage and captivity etc but to break it. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്, ഇവിടെയുള്ള എല്ലാവരെയൊക്കെ നോക്കി, എത്ര പേര് രോഗികളായിട്ടുണ്ട് ഈ ഭൂമിയിൽ, എത്ര പേര് പാപികളായിട്ടുണ്ട്, എത്ര പേര് അടിമയുണ്ട്, അതിൻ്റെയൊക്കെ റിപ്പോർട്ട് എടുത്ത് അതിൻ്റെ ഒരു സെൻസസ് എടുക്കാനോ അതിൻ്റെ ഒരു സ്ഥിതി വിവരക്കണക്കെടുത്ത് അവിടെ കൊണ്ട് കൊടുക്കാനൊന്നുമല്ല കർത്താവ് ഇവിടെ വന്നത്. നമ്പർ 2 എഴുതുക. റിലീസ് കംസ് ത്രൂ ദി അനോയിൻറ്റിങ് ഓഫ് ദ സ്പിരിറ്റ്. എങ്ങനെയാണ് ഈ മോചനം വരുന്നത്? മോചനം വരുന്ന വഴി ഇതാണ്. ഇറ്റ് കംസ് ത്രൂ ദി അനോയിൻറ്റിങ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിൻ്റെ അഭിഷേകത്താൽ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. മോചനം വരുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്താലാണ്. എല്ലാവരും പറ. മോചനം വരുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്താലാണ്. ലൂക്ക് 4:18 and 19, ലൂക്കസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-19 വായിക്കുമ്പോൾ സെയിം തന്നെ അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ഓൺ മീ ബിക്കോസ് ഹി ഹാസ് അനോയിൻറ്റഡ് മീ ടു പ്രൊക്ലെയിം ഗുഡ് ന്യൂസ് ടു ദ പൂർ, ഹി ഹാസ് സെൻറ്റ് മീ ടു പ്രൊക്ലെയിം ഫ്രീഡം ഫോർ ദ പ്രിസണേഴ്സ്, ടു റിക്കവറി ഓഫ് സൈറ്റ് ഫോർ ദ ബ്ലൈൻഡ്, ടു സെറ്റ് ദി ഒപ്രസ്ഡ്. സെയിം തന്നെ. ഫ്രീഡം is not produced by human effort but by divine empowerment. എങ്ങനെയാണിത് വരുന്നത്? സ്വാതന്ത്ര്യം വരുന്നത് മനുഷ്യൻ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ചങ്ങലകൾ പൊട്ടിച്ച് നുകങ്ങൾ ഉടച്ച് പുറത്ത് വരില്ല. മനുഷ്യൻ്റെ ഒരു എഫേർട്ട് കൊണ്ടും അത് സാധ്യമല്ല. യെശയ്യാവിൻ്റെ പുസ്തകം 10:27 പറയുന്നത് അഭിഷേകത്തിൻ്റെ എണ്ണ നിമിത്തം നുകം തകർന്നു പോകുന്നു. Because of the anointing oil, the yoke shall be destroyed. The anointing breaks yokes that strength, education or willpower cannot break. മനുഷ്യൻ്റെ ഒരു ശക്തിക്കും സമ്പത്തിനും വിദ്യാഭ്യാസത്തിനും ഇനി ഇച്ഛാശക്തിക്കും ഒന്നും ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അഭിഷേകം ബ്രേക്ക് ചെയ്യുന്നത്. ഒരു വലിയ ഇരുമ്പ് വാതിൽ എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള ഹ്യൂജ് ആയിട്ടുള്ളൊരു ഇരുമ്പ് വാതിൽ, അതിൽ എത്ര തള്ളിയാലും അത് തുറയില്ല. ആകെ വേണ്ട ചെറിയൊരു കീയാണ്, അതിട്ടങ്ങ് തിരിക്കുമ്പോൾ തന്നെ തുറക്കും. ഇതുപോലെ എത്ര കാഠിന്യമുള്ള ലോക്ക് ചെയ്ത് കിടക്കുന്നത് തുറക്കാൻ അഭിഷേകം എന്ന കീ മതി. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരുന്ന സമയത്ത് ഇതങ്ങ് വലിയ എഫേർട്ടൊന്നും വേണ്ട, അതിനുവേണ്ടി കമ്പിപ്പാരൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് വേണ്ടി വലിയ ഡൈനാമിറ്റൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു താക്കോലോട്ട് തിരിച്ചാൽ മാത്രം മതി, തുറയും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ പതിറ്റാണ്ടുകളായിട്ട് കടഭാരം, ശാപങ്ങൾ, ഒന്ന് മാറി ദീനം, ഒന്നും ചുവാകുന്നില്ല. ബിസിനസ് 1 തുടങ്ങി 2 തുടങ്ങി 3 തുടങ്ങി എല്ലാം പൊട്ടുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ശാപത്തിൻ്റെ മണം വീട് മുഴുവൻ. ശരിയായ സമയത്ത് കല്യാണം നടക്കുന്നില്ല, കല്യാണം നടന്നത് ഡിവോഴ്സ് ആകുന്നത്, ഇങ്ങനെയുള്ള ഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെ തലമുറകളായി പോകുന്നൊരു കുടുംബമാണെന്നിരിക്കട്ടെ. ആകപ്പാടെ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളിലേക്ക് വരാൻ, അല്ലെങ്കിൽ അതുപോലെ അഭിഷേകമുള്ള ഒരാൾ വന്ന് ഇവരെ വിടുവിച്ചാൽ വെറുതെ കീട്ട് തുറക്കുന്ന പോലെ അത്രയേ ഉള്ളൂ സംഭവം. നമ്പർ 3 എഴുതാമോ? റിലീസ് ഓഫ്റ്റൻ ബിഗിൻസ് in the mind. This is very important. മോചനം ആരംഭിക്കുന്നത് മനസ്സിലാണ്. എല്ലാവരും എഴുതുക, എല്ലാവരും ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. മോചനം ആരംഭിക്കുന്നത് മനസ്സിലാണ്. മോചനം ആരംഭിക്കുന്നത്
മനസ്സിലാണ്. നമ്മുടെ മനസ്സിനകത്ത് നിന്നാണ് മോചനം ആരംഭിക്കുന്നത്. നമ്മുടെ ഈ മോർണിംഗ് ഗ്ലോറി തുടങ്ങിയ കാലത്ത് ഇൻസൈഡ് ഔട്ട് എന്ന പേരിൽ ഒരു സീരീസ്, എനിക്ക് തോന്നുന്നു ഞാനും ഷെമ സിസ്റ്ററും ആ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു തോന്നുന്നു, ഞങ്ങൾ നയമായും എമി എല്ലാവരും കൂടി ഇരുന്നൊക്കെ ചെയ്യുമായിരുന്നു. കോവിഡിൻ്റെ കാലത്തല്ലേ, അപ്പോൾ എല്ലാവരും ഫ്രീയാണ്. എമിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ഒരുമിച്ചിരുന്ന് ഇൻസൈഡ് ഔട്ട് എന്നൊരു സീരീസ് ഉണ്ട്. അത് ഇപ്പോഴും യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അകത്ത് നിന്ന് പുറത്തേക്ക് പറ. ദൈവത്തിൻ്റെ കാര്യപരിപാടികളെല്ലാം പുറത്തുനിന്ന് അകത്തോട്ടല്ല, അകത്ത് നിന്ന് പുറത്തോട്ടാണ്. സോ മോചനം ആരംഭിക്കുന്നത് പുറത്തു നിന്നല്ല, അകത്ത് നിന്നാണ്. അത് നമ്മുടെ മനസ്സിലാണ് ആരംഭിക്കുന്നത്. റോമാലേഖനം 12:2 വായിക്കുമ്പോൾ, റോമൻസ് 12:2, ഡു നോട്ട് കൺഫോം ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂയിങ് ഓഫ് യുവർ മൈൻഡ്. അകത്താണ്. Then you will be able to test and approve what God's will is. What God's will is, His good, pleasing and perfect will. അപ്പോൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവുമുള്ള ദൈവത്തിൻ്റെ ഹിതമിന്നതെന്ന് അറിയേണ്ടതിന് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സിലാണ് മാറ്റം വരേണ്ടത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മനസ്സിലാണ് മാറ്റം വരേണ്ടത്. So many people are physically free but mentally bound. അപ്പം ഞാൻ ഈ മോചനം എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് എന്തിനാ മോചനം ആവശ്യമുള്ള? ഞങ്ങൾ ആരുടെ അടിമയല്ല, ഞങ്ങളെ ആരും ചങ്ങല കിട്ടിട്ടില്ല, ഞങ്ങൾ ജയിലിലല്ല, പിന്നെ എവിടെയാണ്? എൻ്റെ കുഞ്ഞ്, പീപ്പിൾ ആർ ഇൻറ്റേർണലി ബൗണ്ട്. മനസ്സിനകത്ത്, ചിന്തകളിൽ, ഓർമ്മകളിലൊക്കെ. പുറത്ത് യാതൊരു കുഴപ്പമില്ല. ചിലപ്പോൾ നല്ല വെൽ ബിൽറ്റ് ബോഡി ആയിരിക്കും, നല്ല ശരീരവടിവും കാണാൻ ഗ്ലാമറുള്ള ഒരു ശരീരമായിരിക്കാം നിങ്ങളുടേത്. പക്ഷേ അകത്ത് മാനസികമായി ചിന്തകളിലൊക്കെ ഇങ്ങനെ പറയേണ്ടത് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഒരു മോചനം ആവശ്യമുണ്ട്, അല്ലേ? അത് സമ്മതിക്കണം നമ്മൾ ആദ്യം. അകത്തെനിക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ശൗൽ പിന്നീട് പൗലോസായ ആൾ, അദ്ദേഹം സ്വതന്ത്രനായിരുന്നു. സ്വതന്ത്രരായ ആളുകളെ പിടിച്ചു കെട്ടി കൊല്ലാനും ജയിലിടാനൊക്കെ നടക്കുക. പക്ഷെ ഇദ്ദേഹം മനസ്സിനകത്ത്, അകത്ത് ബൗണ്ടായിരുന്നു. മതത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പല തെറ്റായ വിശ്വാസങ്ങളുടെയും ചങ്ങലിൽ കിടക്കുമായിരുന്നു. ആ മനുഷ്യനെ കർത്താവ് സൂര്യപ്രകാശത്തേക്കാൾ വലിയ വെളിച്ചത്തിൽ പട്ടാപ്പകലിറങ്ങി വന്ന് തന്നെ സ്വതന്ത്രമാക്കിയപ്പോൾ ആ മനുഷ്യൻ ലോകത്തിന്, സകല തലമുറകൾക്കും, സർവ്വസഭകൾക്കും ഒരു അനുഗ്രഹമായി മാറിയില്ലേ? അപ്പം അവിടുത്തെ ബന്ധനം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്, മനസ്സിനകത്ത്. സാധാരണ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്, സർക്കസ് കൂടാരങ്ങളിൽ ആനകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ പല ആനകളും ചെറുപ്പത്തിൽ ചെറിയ കുട്ടി ആനയായിരിക്കുമ്പോൾ എടുക്കും. ആ കുട്ടി ആനയെ ട്രെയിൻ ചെയ്ത് അവരോടൊപ്പം സർക്കസ് കൂടാരങ്ങൾ മാറ്റുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി പോവുക. അപ്പം ഇതിനെ ട്രെയിൻ ചെയ്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു കുറ്റിയിൽ അതിനെ കെട്ടിയിടും. അപ്പോൾ ചെറുപ്പം മുതലേ അതിനറിയാം, കുറ്റിയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് അത് ചുറ്റും ഇങ്ങനെ നടക്കും. അതിനപ്പുറത്തേക്ക് ഒരടി പോലും അത് വയ്ക്കില്ല. അതിന് കാരണം അത് ട്രെയിൻഡാണ്. അനേക വർഷങ്ങൾ കൊണ്ട് ഐ എം നോട്ട് അലൗഡ്, ഐ കനോട്ട് ഗോ ബിയോണ്ട് ദി സർക്കിൾ, അല്ല, അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അതുപോലെതായ വലിയ കൊമ്പനാനയായി. ആ സമയത്ത് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ 2 കൊമ്പ് കൊണ്ട് കോർത്ത് ആ സർക്കസ് കൂടാരത്തെ തന്നെ വലിച്ച് താഴെയിടാം. അത്രയും ശക്തി ഇതിനുണ്ടെങ്കിലും ഈ ചെറുപ്പം മുതലേ ശീലിച്ചു വന്ന ആ ശീല നിമിത്തം എന്നെക്കൊണ്ടതാവില്ല എന്നിങ്ങനെ ഓർത്ത് കറങ്ങി അവിടെ തന്നെ നിൽക്കും. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. എന്നാൽ ഈ ആനയ്ക്ക് സുബോധം വരുന്നതിന് നമ്മൾ മതമിളകുക എന്ന് പറയുന്നത്. ആനയ്ക്ക് സുബോധം വരുമ്പോഴേക്കും മനസ്സിലായി, ഞാനെന്തിനാ ഈ ഇത്രയുള്ളൊരു പാപ്പാൻ എൻ്റെ മുകളിൽ കയറി തോട്ടി കൊണ്ട് കുത്തി എന്നെ ഇടത്താന വലത്താന പറഞ്ഞ് എന്നെ എന്തിനാ അനുസരിപ്പിക്കുന്നത്? ഉടൻ തന്നെ ഈ ആനയ്ക്ക് അന്നാണ് ബോധം വരുന്നത്. ആനയ്ക്ക് ഭ്രാന്ത്, മതമിളകുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ, അതിൻ്റെ സുബോധം നഷ്ടപ്പെട്ട് ഭ്രാന്തനായി മാറി എന്നാണ് പറയുന്നതെങ്കിൽ, വാസ്തവത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അതിന് സുബോധം വന്നത്, അതിൻ്റെ ശക്തിയെ തിരിച്ചറിയുന്നത് അപ്പോഴാണ്. എന്താ ചെയ്യുന്നത്?
ശരീരം ഒന്നിങ്ങനെ ഇളകി കഴിയുമ്പോൾ പാപ്പാൻ നേരെ താഴെ വീഴും. ചിലപ്പോൾ അതിനൊറ്റ ചവിട്ട്. അതിനുശേഷം അങ്ങ് താണ്ഡവമാണ്. കാണുന്ന ബസ്, കാറ്, അതും ഇതുപോലെ കോർത്ത് മറിച്ചിട്ട് KSRTC ബസ് ഒക്കെ തകിടം മറിച്ച് അങ്ങും ഗജവീരനായി അങ്ങനെ നടക്കും. അതാണ് ശരിക്കുള്ള അതിൻ്റെ സുബോധം, ശരിക്കുള്ള അതിൻ്റെ പവറിലേക്ക് വന്നത് അപ്പോഴാണ്. ഇതുപോലെയാണ് നമുക്ക് ചെറുപ്പം മുതലേ എന്നെക്കൊണ്ടത് പറ്റില്ല, ഞാനിതിൻ്റെ അടിമയാണ്, എനിക്ക് പുറത്ത് വരാൻ സാധ്യമല്ല, ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് അതാണ് പറഞ്ഞത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ക്രിസ്തുവിൽ ആരാ, ഹൂ ഐ ആം ഇൻ ക്രൈസ്റ്റ് എന്നൊരു ബോധ്യം. ക്രിസ്തുവിൽ ഞാൻ ആരാണ്, ക്രിസ്തുവിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ക്രിസ്തുവിൽ എനിക്ക് എന്തെല്ലാം ഉള്ളത്, ഈ റിസോഴ്സസ്, എൻ്റെ ആർമറി, ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇതിനെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞ് നമുക്ക് സ്വതന്ത്രമായി പോകാൻ സാധിക്കുന്നത്. നമ്പർ 4, release requires a response of faith and obedience. വിശ്വാസത്തിൻ്റെ ഒരു പ്രതികരണവും അനുസരണവും ആണ് വിമോചനത്തിന് ആവശ്യം. വിശ്വാസത്തിൻ്റെ പ്രതികരണവും അനുസരണവുമാണ് ആവശ്യം. Exodus 14 and verse number 15, പുറപ്പാട് പുസ്തകം 14:15. Then the Lord said to Moses, why are you crying out to me? Tell the Israelites to move on. സന്ദർഭം അറിയാം. പുറകിൽ നിന്ന് ഫറവോന് സൈന്യം, അന്നത്തെ ഏറ്റവും വലിയ പട്ടാളം, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള പട്ടാളം, സാമ്രാട്ടും സൈന്യവും വരികയാണ്. ആ സമയത്ത് കൂട്ടക്കരച്ചിലാണ്. എത്ര ലക്ഷം പേരുണ്ടോ അത്രയും ലക്ഷം പേർ കരയുന്നു, മോശയും കരയും. അപ്പോഴാണ് വൈ ആർ യു ക്രൈയിങ് ഔട്ട് ടു മീ, നീ എന്തിനാണ് കരഞ്ഞോണ്ട് നിൽക്കുന്നത്? ടെൽ ദ ഇസ്രായേലൈറ്റ്സ് ടു മൂവ് ഓൺ. മുൻപോട്ടെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? ചെങ്കടലിൻ്റെ നേരെ. ഇറ്റ് ഈസ് നോട്ട് സെൻസിബിൾ. വാട്ട് യു ഹേർഡ് മോസസ് ഈസ് റോങ്, നോട്ട് ഫ്രം ഗോഡ്. ദൈവം പറയോ, ദൈവം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, മുമ്പിൽ ചെങ്കടലാണ്. ഈ ജനം എങ്ങനെ ചെങ്കടലിലേക്ക് മാർച്ച് ചെയ്യും മുമ്പിലേക്ക് പോകാൻ പറഞ്ഞാൽ? അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോകാൻ പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ കാലെടുത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ, അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ജനങ്ങൾ എന്ത് ചെയ്ത് കാണും? നേരെ ടെൻറ്റിൻ്റെ കുറ്റിയെല്ലാം അഴിച്ച് റെഡിയാക്കി ലഗേജൊക്കെ പാക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രിയാണ് ദൈവം കർത്താവ് ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് വരണ്ട നിലമുണ്ടാക്കി റോഡ് വെട്ടി റെഡിയാക്കി ഇവരെ അപ്പുറത്ത് കൊണ്ടുപോയത്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകളാണ് മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നത്. വഴി തുറന്നിട്ടല്ല അവർ സ്റ്റെപ്പ് എടുത്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. വിശ്വാസത്താൽ ചില സ്റ്റെപ്പുകൾ എടുക്കുമ്പോഴാണ് വഴി തുറക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മോചനം സാധ്യമാകുന്നത്. Luke 17, verse number 14. When he saw them, he said, go, show yourselves to the priests. And they went, and they were cleansed. ഇവിടെ നമ്മൾ കാണുന്നത് കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു പറയാം, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിക്കുവിൻ. അവർ പോകുമ്പോൾ അവർ ശുദ്ധീകരിക്കപ്പെട്ടു. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ രോഗം മാറിയിട്ടില്ല, കുഷ്ഠരോഗം മാറിയിട്ടില്ല. യേശു ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ പോയിട്ട് പുരോഹിതനെ കാണിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ അവരെന്ത് ചെയ്യുന്നു? ഇവരെല്ലാം വിശ്വസിച്ച് നേരെ ചർച്ചിലോട്ട് പോവുക, പള്ളിയിലേക്ക് പോവുക, ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാരെ കാണിക്കും. പോകുന്ന വഴിയിൽ സൗഖ്യം നടന്നു. പക്ഷെ അവരവിടെ നിന്നിട്ട് പറയും, യേശുവേ ഇത് നോക്ക്, ഇപ്പോഴും ഞങ്ങളുടെ കൈ ഇങ്ങനെയൊക്കെ തന്നെയാണ്, കുഷ്ഠരോഗമൊന്നും മാറിയിട്ടില്ല. ഞങ്ങൾ പുരോഹിതനെ കാണിക്കാൻ പോയാൽ പുരോഹിതൻ ഞങ്ങൾ ഓടിക്കും ഈ കുഷ്ഠരോഗം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ. പക്ഷേ അവർ വിശ്വസിച്ചു, അവർ സ്റ്റെപ്പ് എടുത്തു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ നോക്കുമ്പോൾ കൈയൊക്കെ നിവർന്നു വരുന്നു. വാട്ട് ഈസ് ദിസ്? ഐ ആം ഹീൽഡ്. അപ്പോൾ ഈ പോയ കുഷ്ഠരോഗികൾ പോകുന്ന വഴിക്ക് ആ പ്രോസസ്സ് നടക്കുക. പലപ്പോഴും പലർക്കും സംഭവിക്കാറുണ്ട്. രോഗസൗഖ്യ ശുശ്രൂഷകളിലൊക്കെ വരുന്നവർ ചില സമയത്ത് അവിടെ വെച്ച് സൗഖ്യം നടന്നായിട്ടൊന്നും തോന്നില്ല, പക്ഷേ പോകുന്ന വഴിയിൽ അയ്യോ സാക്ഷ്യം പറയാമായിരുന്നു എന്ന് ചിന്തിക്കും. നമ്പർ 5, റിലീസ് ലീഡ്സ് ടു റെസ്പോൺസിബിലിറ്റി ആൻഡ് ടെസ്റ്റിമോണി. ഈ മോചനം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഒരു ഉത്തരവാദിത്തമുണ്ട്, ഒരു സാക്ഷ്യമുണ്ട്, അതിലേക്കാണ് കൊണ്ടുപോകുന്നത്. Luke 8:38 and 39. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 38-39 വായിക്കുമ്പോൾ, The man from whom the demons had gone out begged to go with him, but Jesus sent him away
saying, "Return home and tell how much God has done for you." So the man went away and told all over town how much Jesus had done for him. അപ്പോൾ ഇവിടെ ഭൂതം ബാധിച്ചൊരു മനുഷ്യൻ ഭൂതങ്ങൾ വിട്ടുമാറിയ ശേഷം യേശുവിനോട് കൂടെ അദ്ദേഹത്തിനും ട്രാവലിംഗ് മിനിസ്ട്രിക്ക് പോകണം. ഞാനും കൂടെ പോന്നോട്ടെ. യേശു പറഞ്ഞു, നോ 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 നോ, നീ എന്നെ കൂടി വരണ്ട, പകരം നിൻ്റെ വീട്ടിൽ ചെന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. അവൻ പോകുന്ന വഴിക്ക് ആ ടൗണിൽ ചെന്ന് എല്ലാവരോടും വീട്ടിൽ ചെന്ന് അവൻ സാക്ഷിയായി മാറി. ഇത് പറയാൻ കാരണം സാം 107 and verse number 2 ഒന്ന് വായിച്ചു നോക്കിയേ. 107 സങ്കീർത്തനത്തിൻ്റെ 2ാമത്തെ വചനത്തിൽ, "Let the redeemed of the Lord tell their story, those he redeemed from the land of the foe." ഇവിടെ പറയുന്നത് കണ്ടോ, "Let the redeemed of the Lord tell their story." അവനാൽ വീണ്ടെടുക്കപ്പെട്ടവർ ആ വീണ്ടെടുപ്പിൻ്റെ കഥ പറയട്ടെ. വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത്, "Let the redeemed of the Lord say so." അങ്ങനെ പറയട്ടെ. വിടുതൽ എങ്ങനെ കിട്ടി അത് പറയട്ടെ. യുവർ ടെസ്റ്റിമോണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചില സമയത്തൊക്കെ ബ്ലെസ്സിങ് ടുഡേയിൽ എങ്ങനെയാണ് സാക്ഷ്യം പറയേണ്ടതെന്ന് പഠിപ്പിക്കാറുണ്ട്. 3 മിനിറ്റ് കൊണ്ട് എങ്ങനെ സാക്ഷ്യം പറയും, രക്ഷയുടെ എങ്ങനെ രക്ഷിക്കപ്പെട്ടു, എങ്ങനെ വീണ്ടും ജനിച്ചു, 3 മിനിറ്റ് കൊണ്ട് പറയാൻ കഴിയും. നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഈ കേൾക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് കർത്താവ് ചെയ്തു തന്നിട്ടുള്ള ഒരുപക്ഷെ രക്ഷയുടെ അനുഭവമാകാം, അല്ലെങ്കിൽ രോഗസൗഖ്യമാകാം, മദ്യപാനം മാറിപ്പോയതാകാം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നതാകാം, നുകം മാറിയതാകാം, വിമോചനം കിട്ടി, ഏതെങ്കിലും ദുശ്ശീലങ്ങൾ മാറിയതാകാം, അഡിക്ഷൻസ് നിന്ന് പുറത്തു വന്നു, സാമ്പത്തിക വിടുതലാകാം. സാക്ഷ്യം പറയണം. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് സാക്ഷ്യം പറയണം. ബിക്കോസ് ദ ടെസ്റ്റിമണി ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഈസ് എ പവർഫുൾ വെപ്പൺ. ഭയങ്കര വലിയൊരു ആയുധമാണ് സാക്ഷ്യം. ചില ആളുകളുണ്ട്, കുറച്ച് നാൾ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ മടുക്കുക, എപ്പോഴും ഇത് തന്നെ പറഞ്ഞ ആളുകളെ മടുപ്പിക്കേണ്ട. പക്ഷേ ആ ഒരു സാക്ഷ്യം വളരെ പവർഫുള്ളാണ്. ഒരു വാള് കുറേ നാൾ ഉപയോഗിക്കും, ഇനി ഉപയോഗിക്കേണ്ടായിരിക്കും, കാരണം മൂർച്ച ഉണ്ടാകുമെന്നറിയില്ല. പക്ഷേ ആ വാൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ മുറിയൂ. അതൊരു ആയുധമാണ്. എവിടെയെങ്കിലും തടവിലായിപ്പോയി, ഒരു വിദേശ രാജ്യത്ത് നിന്ന് തടവിലായിപ്പോയെന്നിരിക്കട്ടെ, എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങി, തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ ജയിലിൽ പോയി. അവരെ എയർപോർട്ടിലെത്തുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരും ക്യാമറമാനും എല്ലാം കൂടി വന്നിട്ട് ചോദിച്ചു, എങ്ങനെ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ അവിടെ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ എന്നാൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാം, ആ ജയിലിൽ തന്നെ ആ സെല്ലിൽ തന്നെ പോയി കിടന്നുറങ്ങാം. അങ്ങനെയല്ല, അവർ വിടുവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കഥ പറഞ്ഞുകൊണ്ട് നടക്കിയാൽ സർവ്വലോകത്തോടും. ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അവിടെ ഇവിടെ യൂട്യൂബിലെല്ലാം ഇടും. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതുപോലെ മോചനത്തിൻ്റെ കഥ പറയണം, മോചനത്തിൻ്റെ സാക്ഷ്യം നമ്മൾ പറയണം. കൈനീട്ടാമോ? കർത്താവെ, ജനങ്ങൾ അനുഗ്രഹിക്കുന്നു. വിമോചിതരായ എല്ലാവരും ആ കഥ പറയുവാൻ അങ്ങെല്ലാവരും അനുഗ്രഹിക്കണമേ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. ഈ ചെവിയുടെ അകത്തുനിന്ന് ലിക്വിഡ് ഫോം അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫോമിൽ എന്തോ വരികയും സ്മെല്ലും ഭയങ്കര പ്രശ്നങ്ങളായിട്ടുള്ള, അതുപോലെ ചെവിക്കകത്ത് വല്ലാത്ത ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. എല്ലാ രോഗബന്ധനങ്ങളും, നമ്മളിന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത്, കൈനീട്ടാമോ? യേശുവിൻ്റെ നാമത്തിൽ നാളുകളായി, വർഷങ്ങളായി, തലമുറകളായി ഉള്ള രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഞാനിത് പറയുന്ന സമയത്ത് ചില ശരീരങ്ങളിൽ ഒരു ശക്തി വിട്ടുപോകുന്നത് പോലെ രോഗാത്മാക്കൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എല്ലാ ചങ്ങലകളും പൊട്ടട്ടെ, നുകങ്ങൾ ഉടഞ്ഞു മാറട്ടെ, ദുശ്ശീലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഫോണോഗ്രഫിയോ ഏതെങ്കിലും രീതിയിലുള്ള അഡിക്ഷൻസോ മദ്യപാനമോ ഡ്രഗ്സോ എന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതലുണ്ടാകട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്തതിനായി നന്ദി. നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും കൈനീട്ടിക്കോ. കർത്താവെ, ഞാൻ ഇവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ. ആമേൻ. എങ്ങനെ പറയണ്ടേ, ഐ ഫെൽറ്റ് എ ഗ്രേറ്റ് അനോയിൻറ്റിങ്. എന്തോ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. സാക്ഷ്യം പറഞ്ഞു. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ബൈ.